ഹലോ എല്ലാവർക്കും മല്ലു ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അർജൻറ്റീന വേഴ്സസ് അൾജീരിയ മത്സരത്തെക്കുറിച്ചാണ്. മത്സരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അർജൻറ്റീന വേഴ്സസ് അൾജീരിയ നല്ലൊരു മികച്ച മത്സരം തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ടീമിലും നല്ല ലൈനിപ്പോടാണ് ഇറങ്ങാൻ പോകുന്നത്. അതുമാത്രമല്ല ഇരു ടീമും നല്ല രീതിയിൽ ആദ്യത്തെ മാച്ചിൽ തന്നെ പോയിന്റ് നേടാനുള്ള ശ്രമവും നടത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ടീമും നല്ല വാശിയോടായിരിക്കും കളിക്കാൻ പോകുന്നത്. ഈ മത്സരം നടക്കാൻ പോകുന്നത് നാളെ രാവിലെ 6:30-ക്കാണ്. അതിവാശിയേറിയ മത്സരം തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ മറ്റ് ചിലർ പറയുന്നത് അർജൻറ്റീന നല്ല രീതിയിൽ തന്നെ അൾജീരിയയായിട്ട് മത്സരിച്ച് ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിനെ ചെറുതായിട്ട് കാണരുത്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന സ്പെയിൻ വേഴ്സസ് കെപ്പ് മത്സരം. നമുക്കറിയാവുന്ന പോലെ നല്ല വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഒറ്റ ഗോൾ പോലും സ്പെയിൻ അടിക്കാൻ കൊടുത്തിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡിഫൻസിൻ്റെ കാര്യത്തിലായാലും ഗോൾ കീപ്പറാണെന്ന് എടുത്തു പറയാനുള്ള 40 വയസ്സുകാരനാണ് ഗോൾ കീപ്പറായിട്ടുള്ളത്. ആ 40 വയസ്സുകാരൻ ഗോൾ കീപ്പറാണ് ഈ ടീമിനെ മൊത്തത്തിൽ രക്ഷിച്ചത്. വേറൊരു കാര്യം അറിയുമോ ഗൈസ്, ഈ ടീമിൻ്റെ തന്നെ ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിൽ ജനസംഖ്യ എത്രയാണെന്നറിയാം? ഒരു 5 ലക്ഷം മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലയുടെ കണക്കിനേക്കാളും കുറവാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്, ഒരു ടീമിനെ താഴ്ത്തി കെട്ടാനാവില്ല. ഒരു വാശിയേറിയ മത്സരം തന്നെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അർജൻറ്റീനയാണ് കൂടുതലും ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഫ റാങ്കിങ് 1-ാം സ്ഥാനത്തിരിക്കുന്നത് അർജൻറ്റീനയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വേൾഡ് കപ്പ് നിലനിർത്താൻ തന്നെയാണ് എല്ലാ മത്സരങ്ങളും അവർ കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ മത്സരം ചിലപ്പോൾ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2-മുട്ടയ്ക്കോ ചിലപ്പോൾ 1-മുട്ടയ്ക്കോ ചിലപ്പോൾ സമനിലയാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ.